വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി വിശ്വനാഥൻ. പൂവുകളായിരം കീറിമുറിച്ചു ഞാൻ പൂവിൻ്റെ സത്യം പഠിക്കാൻ, ഹൃദയങ്ങളായിരം കൊത്തി നുറുക്കി ഞാൻ ഹൃദയത്തിൻ തത്വം പഠിക്കാൻ. പൂവുകളുടെയും ഹൃദയങ്ങളുടെയും സത്യം മനസ്സിലാക്കാൻ അവയെ കീറിമുറിക്കുന്നത് വൃഥാവിലാണ് എന്ന കവിയുടെ ഈ പരിദേവനം സയൻസും സൗന്ദര്യാനുഭവവും തമ്മിൽ ഏതോ വിധത്തിൽ പൊരുത്തപ്പെടുന്നില്ല എന്നാണല്ലോ സൂചിപ്പിക്കുന്നത്. കീറിമുറിക്കുന്നതോടെ, അതായത് ശാസ്ത്രീയമായ പരീക്ഷണത്തിന് വിധേയമാക്കുന്നതോടെ അന്നോളം പ്രകൃതി മനുഷ്യന് പകർന്നു പോന്ന സൗന്ദര്യാനുഭവം നഷ്ടപ്പെടുന്നു എന്നാണ് ഇവിടെ സൂചിതമാവുന്നത്. അറിവിൻ വെളിച്ചമേ ദൂരെ പോ നീ വെറുതെ സൗന്ദര്യത്തെ കാണുന്ന കൺപൊട്ടിച്ചു എന്ന് മറ്റൊരു മലയാള കവി ശാസ്ത്രജ്ഞാനത്തെ തള്ളിപ്പറയുന്നതും ശാസ്ത്രജ്ഞാനം സൗന്ദര്യാനുഭവത്തിൻ്റെ ശോഭ കെടുത്തുന്നു എന്ന വ്യാപകമായി നിലവിലുള്ള ഒരു ധാരണയുടെ ബഹിസ്ഫുരണം തന്നെ. ഊർജ്ജതന്ത്രത്തിൽ നോബൽ പുരസ്കാരം നേടിയിട്ടുള്ള പ്രസിദ്ധ അമേരിക്കൻ ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ഫെയ്ൻമാൻ ഒരവസരത്തിൽ ഈ കാര്യം ചർച്ച ചെയ്യുകയുണ്ടായി. കലാകാരനായ തൻ്റെ സുഹൃത്ത് ഒരു പൂവെടുത്ത് ഇതെത്ര സുന്ദരമായിരിക്കുന്നു, നിങ്ങൾ ശാസ്ത്രജ്ഞർ ഇതിനെ കീറി മുറിക്കുമ്പോൾ അത് അസുന്ദരമാകുന്നു എന്ന് പറഞ്ഞത് ഫെയ്ൻമാൻ അനുസ്മരിച്ചു. ശാസ്ത്രജ്ഞാനം ഉള്ള ഒരാൾക്ക് പൂവിൻ്റെ ഭംഗി അഗോചരമാകുന്നില്ല എന്ന് ഫെയ്ൻമാൻ പ്രതിവചിച്ചു. മറ്റേതൊരു വ്യക്തിയെയും പോലെ ശാസ്ത്രകുതുകിക്കും പൂവിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും ആസ്വദിക്കാൻ കഴിയും. എന്നാൽ സയൻസ് നൽകിയ അറിവിലൂടെ അയാൾക്ക് ഒരു പൂവിൽ അതിലും അധികം കാണാൻ കഴിയും. ഒരു പൂവാവട്ടെ, അതല്ലെങ്കിൽ പ്രകൃതിയിലെ മറ്റേതൊരു സുന്ദര വസ്തുവുമാകട്ടെ, അത് മനുഷ്യനിലുണ്ടാക്കുന്ന സൗന്ദര്യ അനുഭവത്തെയോ ചിത്തോദ്വേഗത്തെയോ വിസ്മയഭാവത്തെയോ ഒന്നും ശാസ്ത്രജ്ഞാനം തരിമ്പും കുറക്കുന്നില്ല, മറിച്ച് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് ഫെയ്ൻമാൻ സ്ഥാപിക്കുന്നു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കവികളിൽ ഒരാളായ വൈലോപ്പിള്ളി സസ്യശാസ്ത്രത്തിലായിരുന്നു ബിരുദം നേടിയത്. ഇവിടെ പരാമർശിച്ച വിഷയത്തെക്കുറിച്ച് കാവ്യലോക സ്മരണകൾ എന്ന തൻ്റെ ആത്മകഥയിൽ അദ്ദേഹം ചർച്ച ചെയ്യുകയുണ്ടായി. ചില ഭാഗങ്ങൾ ഉദ്ധരിക്കാം. പ്രകൃതിശാസ്ത്രമെന്ന് പറഞ്ഞാൽ വിചിത്ര ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും പൂവുകളുടെയും ലോകമാണെന്നും അതെൻ്റെ കാവ്യഭാവനയ്ക്ക് ആഹ്ലാദകരമായിരിക്കുമെന്നും ഞാൻ വിചാരിച്ചു. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ കീറി മുറിച്ചു നോക്കുവാൻ ട്രേയിൽ ഒരു ചത്ത വഴുവഴുപ്പുള്ള തവളയെ അറ്റൻഡർ അവതരിപ്പിച്ചപ്പോഴാണ് എൻ്റെ അമളി ഞാൻ മനസ്സിലാക്കുന്നത്. കൂറ്റൻ പാറ്റ, ഞാഞ്ഞൂൾ, അട്ട, ഞവിണി മുതലായവയുടെ ശവഘോഷയാത്ര അതിനു പിറകെ കാലക്രമേണ ഉണ്ടായി. എൻ്റെ അവജ്ഞ കാലാന്തരത്തിൽ സഹനശക്തിയായും ക്ഷമയായും മാറി. സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം കുറച്ചുകൂടി സന്തോഷപ്രദമായിരുന്നു. എനിക്ക് ജീവലോകത്തിൻ്റെ ചൈതന്യവിശേഷങ്ങളും രഹസ്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതിൽ ധന്യതയുണ്ട്. ഇതിൻ്റെ ഫലമായി ചില സംസ്കാരങ്ങളും ചില സത്യങ്ങളും ഞാൻ പുതുതായി നേടിയെടുത്തു. പൂക്കളുടെ പ്രധാന ഭാഗമായി നാം എണ്ണുന്ന വർണ്ണഗന്ധങ്ങളുള്ള ഇതളുകൾ ശലഭങ്ങളെയും മറ്റും ആകർഷിക്കാനുള്ള വെറും ഉടുപ്പുകൾ മാത്രമാണ് എന്നറിയുമ്പോൾ പൂർവ്വസങ്കല്പങ്ങളുടെ പുളകങ്ങൾക്ക് പ്രസക്തി അല്പം കുറയുന്നില്ലേ? ഏതായാലും ഇന്നും ഒരു ഇലഞ്ഞിപ്പൂവോ പാലപ്പൂവോ കൊഴിഞ്ഞു വീഴുന്നത് കാണുമ്പോൾ എനിക്ക് ആ മറഞ്ഞ പൂവിനെപ്പറ്റി സങ്കടം തോന്നാറില്ല. കാരണം ഗർഭവതിയായ പൂവിൻ്റെ നഗ്നത പിന്നെയും ആ ചില്ലയിലുണ്ട്. ശാസ്ത്രജ്ഞാനം അങ്ങനെ സൗന്ദര്യം കാണുന്ന കണ്ണട നീക്കി കുറച്ചുകൂടി സത്യമായ ജ്ഞാനസത്തയെ നമ്മുടെ മുന്നിൽ നിവേദിക്കുന്നു. ഫെയ്ൻമാൻ എന്ന വലിയ ശാസ്ത്രജ്ഞൻ മുതൽ വൈലോപ്പിള്ളി എന്ന വലിയ കവി വരെയുള്ള മഹാമനുഷ്യർ തിരിച്ചറിഞ്ഞ ഒരു കാര്യം ഇതാണ്: ശാസ്ത്രീയ മനോവൃത്തി, സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ളത് നമ്മുടെ സൗന്ദര്യ സംവേദനശേഷിയെ കൂടുതൽ പോഷിപ്പിക്കുകയുള്ളൂ. കീറിമുറിച്ചുള്ള പഠനം, അപഗ്രഥനാത്മക പഠനം എന്നത് നമ്മെ പൂവിൻ്റെയും പ്രകൃതിയുടെയും സത്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുക. സത്യം പോലെ സുന്ദരമായി മറ്റൊന്നുമില്ല. ഡോക്ടർ സി വിശ്വനാഥൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.